ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒപ്പോ റെനോ സീരീസിൽ പുറത്തിറക്കിയിട്ടുള്ള അവരുടെ ഒപ്പോ റെനോ 2F എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയാണ്. ഇതിൻ്റെ ബോക്സ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം 20,990 ആണെന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 26,000 റുപ്പീസിനാണ് ഈ പറയുന്ന ഒപ്പോ റെനോ 2F എന്ന് പറയുന്ന മോഡൽ വിൽക്കപ്പെടുന്നത്. നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് 8GB 128GB മോഡലിൻ്റെ ഒരു ഡെമോ യൂണിറ്റ് ആണ്. ഇതിൻ്റെ SAR വാല്യൂ നമുക്ക് ബോക്സിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വൂക്ക് ചാർജർ 5V 4A ദാറ്റ് ഈസ് ഏകദേശം 20 വാട്ട്സിൻ്റെ ഒരു വൂക്ക് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കൂടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ അൺബോക്സിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയൊരു പേപ്പർ ബോക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യെസ്, അതിനകത്ത് പേപ്പർ ബോക്സ് ആണ് ഒപ്പോ റെനോ 2Fൻ്റെ. ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു പ്രശ്നമാണ് എടുക്കാൻ. ഓക്കെ, യെസ്, ഒപ്പോ റെനോ 2F. ചെറിയൊരു സ്പെസിഫിക്കേഷൻസ് ആ കവറിലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ടു. ക്വാഡ് ക്യാമറ എന്നുള്ളത്, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈസ് കൊടുത്തിരിക്കുന്നു. വൂക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8GB 120GB വെർഷൻ ആണ് എന്നുള്ളതും ഈ പറയുന്ന കവറിൽ തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഹാൻഡ്സെറ്റ് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെ കവറിന് നോക്കാം. വണ്ടർഫുൾ, ഒരു നല്ലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ, അതായത് വൂക്ക് 3 സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ. 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ കാണുന്നത്. ഇത് നല്ലൊരു ക്വാളിറ്റി ഹെഡ്ഫോൺസും ഒപ്പോ റെനോ 2Fൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു USB Type-C ആയിരിക്കണം. യെസ്, ഇറ്റ്സ് എ USB Type-C ചാർജർ. അതിൻ്റെ ഈ കാണുന്നതാണ് സിം ഇജക്ടർ ടൂൾ. സോ ഇത്രയുമൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഈ ഹാൻഡ്സെറ്റിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. യെസ്, എക്സ്റ്റേണലി പറയുമ്പോൾ നല്ല ഒതുക്കമുള്ളൊരു ഹാൻഡ്സെറ്റ് ആണ്. ഇതാണ് ആ ബാക്കിൽ ആ ക്യാമറ സെറ്റ്. അതുപോലെ അപ്പോൾ ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിലായിട്ട്. റൈറ്റ് സൈഡിലായിട്ട് തന്നെ പവർ ബട്ടണും അതുപോലെ തന്നെ സിം കാർഡ് ട്രേയും കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെയായിട്ട് സ്പീക്കർ ഗ്രിൽ, USB Type-C പോർട്ട്, മൈക്രോഫോൺ ഹോൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് റിട്ടൈൻ ചെയ്തിട്ടുണ്ട് ഒപ്പോ റെനോ 2Fൽ. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു വോളിയം റോക്കേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിലായ ഒരു പോപ്പ് ക്യാമറയുടെ കട്ടൗട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മൈക്രോഫോൺ ഹോളും ഏറ്റവും മുമ്പിലായി തന്നെ സ്പീക്കർ ഗ്രിൽ, അതുപോലെ തന്നെ ബാക്കിലായിട്ടുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പ് വിത്ത് LED ഫ്ലാഷ്, പിന്നെ ഒപ്പോ ബ്രാൻഡിങ്. തോന്നുന്നു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഫോൺ നമുക്കൊന്ന് പവർ ഓൺ ആക്കി നോക്കാം. ഓണായി വരുന്ന സമയം കൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക് ഷീറ്റിലേക്ക് ഒന്ന് ഓടിച്ചു പോയി നോക്കാം. ഇതാണ് ഒപ്പോ റെനോ 2Fൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6.5 ഇഞ്ചിൻ്റെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. Android 9 OS, MediaTekൻ്റെ Helio P7 ഇലക്ട്രിക് പ്രോസസർ, 8GB 128GB എക്സ്പാൻഡബിൾ ആണ്. ഡെഡിക്കേറ്റ് SD കാർഡ് സ്ലോട്ട് വഴി ഡ്യുവൽ സിം വോൾട്ട് ആണ്. 48 മെഗാപിക്സലിൻ്റെയും അതുപോലെ തന്നെ 10 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സലിൻ്റെയും അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെയും ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ബാക്കിലുള്ളത്. 16 മെഗാപിക്സലിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ, ഫിംഗർ പ്രിൻ്റ് ആണ്, ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സെൻസേഴ്സ്, ആക്സലറോമീറ്റർ, ജൈറോ, പ്രോക്സിമിറ്റി, കോമ്പോ സെൻസേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. നമുക്ക് 4000 mAhൻ്റെ ഹ്യൂജ് ബാറ്ററിയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വൂക്ക് 3 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹ്യൂജ് ബാറ്ററിയാണത്. ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 26,000 റുപ്പീസ് ആണ് വരുന്നത്. ഈ ഒരു റെനോ 2F കൂടാതെ തന്നെ അവർക്ക് റെനോൻ്റെ ആയിട്ടുള്ള പല മോഡൽസും ഈ സെക്കൻഡ് സീരീസിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫോൺ ഇതാ പവർ ഓണായി വന്നു കഴിഞ്ഞു. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കളർ വോയിസിൻ്റെ ആ ഒരു ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമുക്ക് റിയൽമി ഫോൺസ് അതുപോലെ ഒപ്പോ ഫോൺസിലൊക്കെ കാണുന്ന പോലെ കളർ വോയിസ് തന്നെയാണ്. ഇനി നമുക്ക് അബൌട്ട് ഫോണിൽ പോയി നോക്കാം. ഒപ്പോ റെനോ 2F മോഡൽ നമ്പർ കളർ വോയിസ് വേർഷൻ ലേറ്റസ്റ്റ് തന്നെയാണ്. ആൻഡ്രോയിഡ് വേർഷൻ 9. റാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡിവൈസ് സ്റ്റോറേജ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ സെക്യൂരിറ്റി പാച്ച് ലെവൽ സെപ്റ്റംബറിലാണെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ പവർ ഓണായി വന്ന സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ ക്യാമറയാണ് ഒപ്പോ റെനോ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു പോപ്പപ്പ് ക്യാമറ എപ്പോഴത്തെയും പോലെ തന്നെയല്ലേ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. യെസ്, കണ്ടോ പോപ്പപ്പ് സെൽഫി ക്യാമറ വന്നു. ഒരു ലൈറ്റ് അസിസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് കൊടുക്കുമ്പോൾ ലൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ പോപ്പപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡൗൺ ചെയ്യുമ്പോഴും
യെസ്. സോ നമുക്കിതിൻ്റെ ക്യാമറ സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ ഇതാണ് ആ ഒരു ഷോട്ട്സ് എന്ന് പറയുന്നത്. വളരെ നല്ല ഈ ഒരു പ്രൈസിനൊത്ത ഷോട്ട്സ് തന്നെയാണ് നമ്മൾ ഈ ക്യാമറ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിൽ തന്നെ പോയി നോക്കണം. സോ നമുക്ക് അധികം വൈകാതെ തന്നെ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂവും കൂടി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. Oppo Reno 2F അധികം എന്താ പറയുക, തരക്കേടില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ് Oppo Reno 2F എന്ന് പറയുന്നത്. കയ്യിൽ പിടിക്കാൻ നല്ല എന്താ പറയുക ഒതുക്കമുള്ളൊരു സെറ്റ് തന്നെയാണ് Oppo Reno 2F എന്ന് പറയുന്നത്. ഓരോ ബജറ്റ് റേഞ്ചിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന Reno സീരീസ് ഫോൺസ് Oppo അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒപ്പോയുടെയും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സീരീസിലെ ക്യാമറ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് Oppo Reno 2Fൻ്റെ. ഈ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. ലൈക്ക് ബട്ടണും ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. സോ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ മാന്യ ഓഡിയൻസിനും ഗെറ്റ് നടക്കുന്ന വക ഒരു ഹ്യൂജ് താങ്ക്സ് ആൻഡ് ബൈ.